ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ഇഷിത ചോദിക്കുന്നുണ്ട്, ചേച്ചി മനസ്സിനെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി സമ്മതിച്ചായിരുന്നോ? അമ്മ കുറേ എതിർത്തായിരുന്നു. പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഇതാണല്ലോ ഇഷിത, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയാണ്. അതേതായാലും നന്നായി. ഞാൻ എന്തായാലും ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യൽ കേസാണ് ശരിക്കും ഒന്ന് നോക്കാനായിട്ട്. ശരി, ഞാനിവിടെ വന്നിട്ടുള്ള ആദ്യത്തെ കേസ് തേയുടെ കേസ് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അവരാകെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതേസമയം നമ്മുടെ മാഷാണെങ്കിൽ അവിടെ ഓരോരുത്തരുടെ ഇങ്ങനെ കുറച്ച് ആ പ്രായമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ കാര്യങ്ങളും അപ്പോൾ വയസ്സായ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ രാമനാഥൻ വരുന്നുണ്ട്. അപ്പോൾ പറയുമ്പോഴേക്കും രാമനാഥ ഇങ്ങോട്ട് വന്നിരിക്കുമെന്ന് പറയുകയാണ്. അതായത് മഹേഷിൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും അവിടെ വന്നിരിക്കാൻ പറയുകയാണ്. എന്നിട്ട് ഞങ്ങളിവിടുത്തെ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കുമായിരുന്നേ. അപ്പോഴേക്കും ഞാനും കൂടാമെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ കൂട്ടാവുന്നുണ്ട്. അങ്ങനെ കൂട്ടായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മാഷിൻ്റെ ഫോൺ ബെല്ലടിക്കുമ്പോഴേക്കും മോളാണ്, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഹലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്ഷിതയായിരിക്കും കേട്ടോ. അച്ഛനിപ്പോൾ എവിടെയാണ്? ഞാനിവിടെ ഫ്ലാറ്റിലുണ്ട് മോളെ, നമ്മുടെ അസോസിയേഷൻ്റെ ആൾക്കാരായിട്ട് കുറച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അച്ഛനെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരാൻ പറ്റുമോ? എന്താ മോളെ, എന്തെങ്കിലും കാര്യമാണോ, അത്യാവശ്യമാണോ ചോദിക്കുമ്പോൾ അതെ മാധവിൻ്റെ ഭാര്യ ദയ ഇവിടെ ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടുണ്ട്. അതെയോ, പ്രസവിച്ചായിരുന്നോ? അത് പ്രസവത്തിന് വേണ്ടി കയറ്റിയതാണെന്ന് തോന്നുന്നു അറിയില്ല ഒന്നും. അപ്പോൾ മനസ്സിന് അമ്മയുണ്ട്, കുറച്ച് ഇടങ്ങേറിലാണ്. ഇഷിതയുടെ അടുത്ത് അവർക്ക് ദേഷ്യം ഫുള്ളും. അവരോരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ വന്നെങ്കിൽ ഒരു ബലമായാനെ. ശരി മോളെ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം, നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാഷി ഫോൺ വെക്കുവാണ്. അതിനുശേഷം നമ്മുടെ അഷിതയാണെങ്കിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ ഇഷിതേനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടർ ഒന്ന് വരാവോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഇഷിത ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസാണല്ലോ എന്ന് പറയാണ്. എന്ത് പറ്റി, എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ അത് ആ കുട്ടിയിലെ ദയ, ആ കുട്ടിക്ക് പ്രസവവേദന അല്ലായിരുന്നു, പിന്നെ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അത് കുട്ടി ജീവനോടെ ഉണ്ടെന്ന് ഒരു സംശയമുണ്ട്. അതെന്താ ഡോക്ടർ എങ്ങനെ പറയണത് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ വരണ മുമ്പേ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് തോന്നുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും കുട്ടിയുടെ പൾസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ അൾട്രാസൗണ്ട് വെച്ച് നോക്കിയായിരുന്നു. അയ്യോ ഡോക്ടർ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ പേഷ്യൻ്റ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ. അങ്ങനെയാണോ? എന്തായാലും ദയയുടെ അവസ്ഥ കുറച്ച് സീരിയസ് ആണ്. എത്രയും പെട്ടെന്ന് മേജർ സർജറി ചെയ്തില്ലെങ്കിൽ അമ്മക്കും ആപത്താകും എന്ന് പറയാണ്. അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണം. അതിനുശേഷം അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയാണ്. ശരി ഡോക്ടർ, ഞങ്ങൾക്കിത് അവരോട് സംസാരിക്കാം എന്ന് ഇഷിത പറയണം. അങ്ങനെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോഴേക്കും തൊട്ട് പിന്നാലെ തന്നെ ഇഷിതയും പോകുന്നുണ്ട്. ഇഷിത പോകുമ്പോഴേക്കും മനസ്സിനെ പിടിച്ച് നിർത്തുകയാണ്. അതെ, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അതെ, നിങ്ങളിപ്പോൾ ആരെയാണ് നീ എന്ന് വിളിച്ചത്? നിന്നെ തന്നെ. അതെ, എൻ്റെ പേര് ഡോക്ടർ എന്നാ, ഡോക്ടർ ഇഷിത, അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറയാണ്. അല്ല, നീ എൻ്റെ കൊച്ചിനെ നോക്കണ്ട എന്ന് പറയാണ്. അതെ, ഇവിടെ നിങ്ങൾക്ക് കാഷ്വാലിറ്റിയിലും ഐസിയിലൊക്കെ കയറാനായിട്ട് പെർമിഷൻ വേണം, പക്ഷേ എനിക്ക് അതിൻ്റെ പെർമിഷൻ്റെ ആവശ്യമില്ല, കാരണം അവിടുത്തെ ഡോക്ടറാണ്, എനിക്ക് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിൽ, അതായത് ദയ കിടക്കണ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുവാണ്. ദയേനെ പരിശോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരിയാണ്, കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ലെന്ന് മനസ്സിലാവാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സിനെ പറയുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇങ്ങനെ വിളിപ്പിക്കുന്നുണ്ട്, മാധവിനെയും അതുപോലെ തന്നെ മനസ്സിനെയും വിളിപ്പിക്കുകയാണ്. അങ്ങനെ മാധവ് വരുന്നുണ്ട് ഡോക്ടറിൻ്റെ റൂമിലേക്ക്. കൂടെ നമ്മുടെ ഇഷിതയുണ്ട് കേട്ടോ, അവിടെ ഇരിക്കുവാക്കി ഇഷിത. ആ സമയത്ത് മാധവിൻ്റെ പറയുന്നുണ്ട്, ഞാനാണ് മാധവ്, ദയയുടെ ഭർത്താവാണ്. ഓക്കെ, നിങ്ങൾ ഇരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ അമ്മായിയമ്മയാണ് എന്ന് പറയുകയാണ്. മനസ്സിന് ഓക്കെ, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കാവോ? അതിന് ഞാൻ പുറത്ത് നിൽക്കണത്, എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അറിയണം എന്ന് പറയുമ്പോഴേക്കും അതെ, മരുമോളായിട്ടല്ല സ്വന്തം മോളായിട്ട് ഞാൻ നോക്കണത്. അതൊക്കെ ശരി, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കാവോ? എനിക്കിപ്പോൾ ദയയുടെ ഭർത്താവിനോട് മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവളെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഇഷിത ഡോക്ടർ, ഇവള് പീഡിയാട്രീഷ്യൻ അല്ലേ, ഗൈനക്കോളജിസ്റ്റ് ഒന്നല്ലല്ലോ എന്ന് പറയുമ്പോൾ പ്ലീസ് നിങ്ങളൊന്ന് പുറത്തേക്ക് ഇരിക്കുക എന്ന് മനസ്സിനടുത്ത് പറയാണ്. അങ്ങനെ മനസ്സോട് കൂടി തന്നെ പുറത്തേക്ക് പോകുക കേട്ടോ. പുറത്തേക്ക് പോയ മനസ്സിനെ ആകെ ഇഷിതനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ പെങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഓരോന്നൊക്കെ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, അവളെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ വെറുത്തോണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അഷിതയാണെങ്കിൽ ഒന്നും മിണ്ടുന്നു ഇല്ല, ആകെ വെപ്രാളം പിടിച്ച് അഷിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട് മാധവ്, ഞാൻ പറയുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ കേൾക്കണം. ദയയുടെ അവസ്ഥ ഭയങ്കര പ്രശ്നത്തിലാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താ ഡോക്ടർ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ദയനോടെ കൊണ്ടുവന്നപ്പോൾ വേദന ഉണ്ടായിരുന്നില്ല, പെയിൻ, അത് ഡെലിവറി പെയിൻ ആയിരുന്നില്ല. കൊച്ചിനെ രക്ഷപ്പെടുത്താനായില്ല, കൊച്ച് മരിച്ചുപോയി എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ മാധവ് പൊട്ടിക്കരയാണ്. അയ്യോ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നതിന് മണിക്കൂറുകൾ മുമ്പേ കുഞ്ഞ് വയറ്റിൽ നിന്ന്
പോയായിരുന്നു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മാധവ് പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഞാനിപ്പോൾ മാധവിനെ വിളിപ്പിച്ചത് കുഞ്ഞിനെ എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടു, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ അമ്മേനെ നഷ്ടപ്പെടാതിരിക്കാനെങ്കിൽ മേജറായിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ. പിന്നെ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ ദയ്യടുത്ത് പറയരുത്. ദയ്യ ആകെ പെട്ടെന്ന് കൺട്രോൾ പോകും ദയ്യയുടെ. അപ്പോൾ അതുകൊണ്ട് ബോധം നഷ്ടപ്പെടും, പല സംഭവങ്ങളും ദയ്യക്ക് സംഭവിക്കും. അതുകൊണ്ട് ഒന്നും ഇപ്പോൾ ദയ്യടുത്ത് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ മാധവിനെ വിളിപ്പിച്ചത്. ഒന്നും അറിയാത്ത പോലെ ദയ്യയുടെ മുമ്പിലിരിക്കണം, പിന്നെ സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ, സമ്മതപത്രത്തിൽ ഒപ്പിടണം എന്ന് പറയുമ്പോൾ മാധവ് ശരി എന്നിങ്ങനെ പറയണം. കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അതിനുശേഷം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരയൊന്നും വേണ്ട, ദയ്യേനെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താം എന്ന് പറയുമ്പോൾ മാധവ് പറയുന്നുണ്ട്, എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടമായി, എനിക്കെൻ്റെ ഭാര്യനെങ്കിലും വേണം എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, ശരി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താം, എത്രയും പെട്ടെന്ന് സമ്മതപത്രം ഒപ്പിട്ടതാ എന്ന് ഇഷിതയും പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധവ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മനസ്സിനെ ഓടിപ്പോകുന്നുണ്ട് മാധവിൻ്റെ അടുത്ത്. എന്താ അവർ പറഞ്ഞത്, ഡോക്ടർ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് പറഞ്ഞത്. ഇന്നോ ഇപ്പോഴോ? അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അത് എങ്ങനെ പറ്റും, ഞാനൊരു കാര്യം ചെയ്യും, ജോത്സ്യനെ വിളിച്ച് നോക്കട്ടെ, ഇപ്പം നല്ല നാളാണെങ്കിൽ നോക്കാം, നല്ല നാളല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നടത്തിയാൽ മതി ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ മനസ്സിൽ പറയേണ്ട. മാത്രമല്ല ഇവിടെ ആ ഇഷിത ഡോക്ടർ ഉണ്ടല്ലോ, അവളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യോടാ, ചിലപ്പോൾ കുഞ്ഞിനെ അമ്മേനെ ഇതിന് ചെയ്തെന്ന് വരും, അമ്മയൊന്നും മിണ്ടാതിരിക്കാമേ എന്ന് മാധവ് പറയണം. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, എന്നെ അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലേ നിങ്ങളുടെ ഭാര്യനെയും കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക് എന്ന് പറയാണ്. പക്ഷേ അതിനുള്ള സമ്മതപത്രം കൂടി എഴുതി തന്നെ, ഓൺ റിസ്കിലാണ് ഭാര്യനെയും കൊണ്ട് ഇവിടെ നിന്ന് പോണേന്ന് എന്ന് പറയുമ്പോൾ ശരിടാ, നമുക്ക് എത്രയും പെട്ടെന്ന് ദയ്യനെയും കൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് മനസ്സിന് പറയാണ്. ആ സമയത്ത് മാധവ് പറയുന്നുണ്ട്, ഇത് എൻ്റെ ഭാര്യയുടെ കാര്യമാണ്, ആരും മിണ്ടിപ്പോയത്, ഞാനാണ് അഭിപ്രായം പറയണത്, എത്രയും പെട്ടെന്ന് ദയ്യയുടെ ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ എന്ന് മാധവ് പറയാണ്. മാധവ് ഇഷിതടുത്ത് പറഞ്ഞിട്ട്, ഞാൻ സമ്മതപത്രം ഒപ്പിട്ട് തരാം, ശരി എങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് മാധവനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ശേഷം കാണിക്കുന്ന ദയേനെയാണ് കേട്ടോ. ദയ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ വേണ്ടി പോകുമ്പോഴേക്കും മാധവിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. മാധവ് ദയ എന്ന് വിളിക്കുമ്പോൾ ദയ പതിക്കെ കണ്ണ് തുറക്കുകയാണ്. മാധവ്, നീ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കില്ല കേട്ടോ, കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദയ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി പോവാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് മാധവ് പൊട്ടിക്കരയാട്ടോ. അതിനുശേഷം ഇഷിതയാണെങ്കിൽ അഷിതടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചേച്ചി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഉരുൾപൊട്ടും നാശനഷ്ടങ്ങളുണ്ടാവും, ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുമ്പോൾ എനിക്കും ചേച്ചിക്കുമാണ്. നീ എന്താ മോളെ അങ്ങനെയൊക്കെ പറയണത്? അത് ഇവിടെ വരണ മുമ്പേ കുഞ്ഞു പോയായിരുന്നു. അയ്യോ മോളെ, നീ എന്തൊക്കെയാണ് പറയണത്? അതെ ചേച്ചി, കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുമ്പേ പോയായിരുന്നു, അതിനുശേഷമാണ് പെയിൻ തുടങ്ങിയത്, അതാ ഇവിടെ എത്തിച്ചതെന്ന് പറയാണ്. ഇപ്പോൾ നമുക്ക് ദയയുടെ ജീവനെങ്കിലും രക്ഷിച്ചേ പറ്റൂ, അതിനു വേണ്ടി ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ മാധവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പറയാതെ പറ്റില്ലല്ലോ ചേച്ചി. അപ്പോൾ അമ്മ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? ഇല്ല, ദയയുടെ സത്യങ്ങൾ പറയേണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവുമോ എന്തോ, അതാ പറഞ്ഞത് ചേച്ചി, എന്തായാലും നമുക്കായിരിക്കും ഇനി കുറ്റം എന്ന് ഇഷിത പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് വരുക കേട്ടോ. ശേഷം മാധവിനോട് പറയുന്നുണ്ട്, ദയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, സക്സസ് ആയിരുന്നു, ദയക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോഴത്തേക്കും മനസ്സിനിയമ്മ ഹാവു രക്ഷപ്പെട്ടു, എൻ്റെ മോൾക്കും കുഞ്ഞിനും ഒരു ആപത്തും ഇല്ലല്ലോ എന്ന് അങ്ങനെ പറയുക കേട്ടോ. ഇഷിതയെ ഞാൻ സംശയിച്ചു, സോറി കേട്ടോ എന്ന് അഷിതടുത്ത് പറയാണ്. എത്രയും പെട്ടെന്ന് ജോത്സ്യനെ വിളിക്കണം, കൊച്ചിൻ്റെ ജാതകമൊക്കെ ഒന്ന് നോക്കിപ്പിക്കണമല്ലേ, ഏത് നാളാന്നൊക്കെ നോക്കിപ്പിക്കേണ്ടേടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മ അങ്ങോട്ടേക്ക് പോവാട്ടോ. മാധവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, മാധവാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇഷിതക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഷിതയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്, എങ്ങനെയാണ് കുഞ്ഞില്ല എന്നുള്ള കാര്യം അമ്മയടുത്ത് പറയാം, അവിടെ എന്ത് പൊട്ടിത്തെറി ഉണ്ടാകുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർ പരസ്പരം മുഖം നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അതിനിടയ്ക്ക് മാഷും വരുന്നുണ്ട്. മാഷിനും എന്ത് പറയണമെന്നൊന്നും അറിയാത്തൊരവസ്ഥയിൽ മാഷും അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ആ ഒരു ഭാഗത്താണ് എപ്പിസോഡ് ശരിക്കും തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.